Good morning. So last class we biomedical waste management process a segregation table complete ചെയ്തിട്ടുണ്ടായിരുന്നു, right? Yes, ma'am. Okay. So for ഏതൊക്കെയായിരുന്നു പ്രോസസ്സ്? രണ്ട് പ്രോസസ്സ്, വേസ്റ്റ് കളക്ഷൻ വരുന്നുണ്ട്, രണ്ടാമത്തെ പ്രോസസ്സ് ഏതാണ്? സെഗ്രിഗേഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണല്ലോ. ആൻഡ് തേർഡ് പ്രോസസ് നോക്കിക്കോളൂ, which is transportation and storage. Transportation and storage. Clear അല്ലേ? ഓക്കെ, മൂന്നാമത്തെ പ്രോസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ സ്പെഷ്യലി അറേഞ്ച്ഡ് വെഹിക്കിൾസ് ലൈക്ക് ട്രോളീസ് ഓർ ഇൻ കവേർഡ് വീൽ ബാരോസ്. The bags or container holding biomedical waste have to be tied before transportation. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രോസസ് ആയിരുന്നു ഏതായിരുന്നു? വേസ്റ്റ് കളക്ഷൻ അല്ലെ? വേസ്റ്റ് എന്താണ്? പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? രണ്ടാമത്തെ പ്രോസസ് ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? സെഗ്രിഗേഷൻ ആയിരുന്നു അല്ലെ? വേസ്റ്റുകൾ വേർതിരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എന്താണ് നിക്ഷേപിക്കുക. ആൻഡ് തേർഡ് പ്രോസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇത്തരത്തിലുള്ള അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റുകളെ കൊണ്ടുപോകേണ്ടത് പ്രത്യേകം എന്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ള ട്രോളീസിലോ അല്ലെങ്കിൽ വീൽ ബാരോസ് ഉന്തുവണ്ടികളിലോ ആയിരിക്കണം. ക്ലിയർ ആണോ? അതേപോലെ തന്നെ എന്താണ് ഇത്തരം വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്തിരിക്കണം അല്ലെങ്കിൽ കെട്ടിയിരിക്കണം. ഓക്കെ. Before transporting the bag containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, shift, quantity and destination. ഓക്കെ, ഈ വേസ്റ്റുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ കൂടെ ഒരു ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ അയച്ചിരിക്കണം. ആ ഡോക്യുമെന്റ്സ് ആരൊക്കെ സൈൻ ചെയ്യണം? നേഴ്സോ അതല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഡോക്ടറോ നേഴ്സോ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ്സ് കൂടി ഇത്തരം വേസ്റ്റുകളുടെ കൂടെ എന്താണ് കൊടുത്തു വിട്ടിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ്സിൽ? ഡേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി ആൻഡ് ഡെസ്റ്റിനേഷൻ ഇതെല്ലാം ആ ഡോക്യുമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് സൈൻ ചെയ്തായിരിക്കണം കൊടുത്തുവിടേണ്ടത്. Then specialized vehicles need to be well enclosed. It should also be possible to wash the interior of the container completely. ഓക്കെ, അപ്പൊ കൊണ്ടുപോകുന്ന വെഹിക്കിൾ എങ്ങനെയുള്ളതായിരിക്കണം? എൻക്ലോസ്ഡ് ആയിരിക്കണം. മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള വെഹിക്കിൾസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്റീരിയർ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുകയും വേണം. ക്ലിയർ ആണോ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഹോസ്പിറ്റലിൽ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കണം, വേണ്ടേ? അതിന് സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം. അതിനെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? അത്തരം വേസ്റ്റുകളെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകേണ്ടത്? പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഡോക്യുമെന്റ്സ് നേഴ്സോ അതല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. Okay, and the next topic, personal safety device. The use of protective gears should be made compulsory for all the staff who handle waste. വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും PPE പോലുള്ള ഏതാണ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് വെയർ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് ഗ്ലൗസ്. ഓക്കെ, ഈ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. എങ്ങനെയുള്ള ഗ്ലൗസ് ആയിരിക്കണം? നോക്കിക്കോളൂ, ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. ഓക്കെ, റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. ദെൻ ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ. ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ് ദ ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് 2 times. സ്ക്രീൻ ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, ഗ്ലൗസ് എങ്ങനെയായിരിക്കണം? ഹെവി റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. അതേപോലെ തന്നെ ബ്രൈറ്റ്ലി യെല്ലോയിഷ് ആയിരിക്കണം കളർ. ആൻഡ് ഓരോ ഹാൻഡ്ലിങ്ങിന് ശേഷവും ഓരോ യൂസിന് ശേഷവും എന്താണ് പ്രോപ്പർ ആയിട്ട് ഗ്ലൗസ് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ റീയൂസ് ചെയ്യാൻ കഴിയുന്ന ഗ്ലൗസ് ആണ്, റബ്ബർ ഗ്ലൗസ് ആണ് വെയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓരോ യൂസിന് ശേഷവും പ്രോപ്പർ ആയിട്ട് 2 times വാഷ് ചെയ്തിരിക്കണം. എങ്ങനെയാണ്? സോപ്പ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് സൈസ്? ദ സൈസ് ഷുഡ് ഫിറ്റ് ദ ഓപ്പറേറ്ററിന് എന്താണ് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഗ്ലൗസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ,
സോ എന്താണ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫിന് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലൗസ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റാം, ലൂസ് ആണെങ്കിൽ അതിനുള്ളിലൂടെ വീണ്ടും വേസ്റ്റുകൾ അകത്തേക്ക് കയറാനും അതുമായിട്ട് ഇൻഫെക്ഷൻ വരാനായിട്ടും ആ സ്റ്റാഫിന് ഇൻഫെക്ഷൻ പിടിപെടാനും ചാൻസസ് ഉണ്ട്. സോ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഗ്ലൗസ്. ദെൻ ഏപ്രൺസ്, ഗൗൺസ് ആൻഡ് സ്യൂട്ട്. എങ്ങനെയുള്ള ഗൗൺസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്? ഇത്തരം സ്റ്റാഫുകൾ വെയർ ചെയ്യേണ്ട ഗൗൺസ്, ഏപ്രൺസ് അല്ലെങ്കിൽ സ്യൂട്ട്സുകൾ ഏത് രീതിയിലുള്ളതായിരിക്കണം? ഓർക്കുന്നുണ്ടോ? ഏത് രീതിയിലുള്ളതായിരിക്കണം? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗൗൺസുകൾ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്, ബ്ലഡിന്റെയോ അതുമല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ സ്പ്ലാഷ് ഉണ്ടായാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗൗൺസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗൗൺസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, മാസ്ക്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക്, goggles and face shield should be worn alone or in combination to give a protective barrier. It is compulsory for personnel who work in the incinerator chamber to put on a mask that covers both nose and mouth if possible, a gas mask with filters. ഓക്കെ, മാസ്കിന്റെ കാര്യമാണെങ്കിൽ പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. ഓക്കെ, ഏത് ലെവൽ ഓഫ് കെയർ ആണ് വേണ്ടത് ആ രീതിക്ക് അനുസരിച്ചുള്ള, ആ ലെവലിന് അനുസരിച്ചുള്ള മാസ്ക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഗോഗിൾസ്, നമ്മുടെ ഫേസിനെ അല്ലെങ്കിൽ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗോഗിൾസ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് വെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, ഇൻസിനറേറ്റർ ചേംബർ. ഓക്കെ, ഇൻസിനറേറ്റർ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സോ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും മൗത്തും നോസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്യാസ് മാസ്ക്, ഓക്കെ, ഫിൽറ്ററോട് കൂടിയ ഗ്യാസ് മാസ്ക് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? മാസ്ക്, ഗോഗിൾസ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ്, ഇത്തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇൻസിനറേറ്ററിൽ വർക്ക് ചെയ്യുന്ന, ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും ഗ്യാസ് മാസ്ക്, അത് ഫിൽറ്ററോട് കൂടിയിട്ടുള്ള ഗ്യാസ് മാസ്ക് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബൂട്ട്സ്. ഓക്കെ, ബൂട്ട്സിൽ നോക്കിക്കോളൂ. leg coverings, boots or shoe covers give greater safety to the skin when splashes or large quantities of contaminated waste have to be dealt with. The boots should be rubber soled and anti-skid type. They should cover the leg up to the ankle. ഓക്കെ, അപ്പൊ എന്താണ്, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റിനിടയിലാണ് ഇത്തരം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അപ് ടു ആംഗിൾ വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ഷൂസ് ആയിരിക്കണം അല്ലെങ്കിൽ ബൂട്ട് ആയിരിക്കണം അവർ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ബൂട്ടിന്റെ പ്രത്യേകത എന്താണ്, ആന്റി സ്കിഡ് ആയിരിക്കണം. ഓക്കെ, നല്ല ഗ്രിപ്പുള്ള, തെന്നിപ്പോകാത്ത രീതിയിലുള്ള ആന്റി സ്കിഡ് ടൈപ്പ് ബൂട്ട്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, വേസ്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും ഗ്ലൗസ്, ഏപ്രൺസ്, മാസ്ക്, ബൂട്ട്സ് എന്നിവ വെയർ ചെയ്തിരിക്കണം. ഗ്ലൗസ് ഏത് രീതിയിലുള്ളതായിരിക്കണം? ഗ്ലൗസ് റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ്, ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ എങ്ങനെയായിരിക്കണം? ബ്രൈറ്റ്ലി യെല്ലോയിഷ് ആയിരിക്കണം. അതേപോലെ ഓരോ യൂസിന് ശേഷവും അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ്, 2 പ്രാവശ്യമെങ്കിലും സോപ്പോ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്തോ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സേഫ് സ്റ്റാഫിന് എങ്ങനെയാണ്, ഫിറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഗ്ലൗസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഗൗൺസ് എങ്ങനെയുള്ളതായിരിക്കണം? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗൗൺസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് അബൌട്ട് മാസ്ക്? ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്ററോട് കൂടിയ ഗ്യാസ് മാസ്ക് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ദെൻ ബൂട്ട്സ് എങ്ങനെയാണ്, ആംഗിൾ വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട്സ് ആയിരിക്കണം. അതേപോലെ തന്നെ റബ്ബർ ആയിരിക്കണം, റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ബൂട്ട്സ് ആയിരിക്കണം. ദെൻ ആന്റി സ്കിഡ് ടൈപ്പും ആയിരിക്കണം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി, ഫൈനൽ ഡിസ്പോസലിന് വിധേയമാക്കുന്നതിന് പലതരം മെത്തേഡുകൾ ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു മെത്തേഡുകൾ? ഇൻസിനറേഷൻ മെത്തേഡ് പഠിച്ചു. ദെൻ നോക്കാം, the various disposal methods now in use are the following. ഏതൊക്കെയാണ്? ഇൻസിനറേഷൻ ടെക്നോളജി. ഫസ്റ്റ് വൺ ആണ് ഇൻസിനറേഷൻ ടെക്നോളജി.
This is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material and gases. Incinerators can be either oil fired or powered by electricity or a combination. The advantage of this type, it can lessen the volume of solid waste to 30% of the original volume. So എന്താണ് incineration technology? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ബയോമെഡിക്കൽ വേസ്റ്റുകളെ ബേൺ ചെയ്യിപ്പിക്കുന്നതിനുള്ള പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, ഇൻസിനറേറ്ററിൽ പഠിച്ചതായിരുന്നു. എന്തായിരുന്നു ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ? ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി ബയോമെഡിക്കൽ വേസ്റ്റുകളെ ബേൺ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്താ? ക്വാണ്ടിറ്റി അല്ലെ, വോളിയം, വേസ്റ്റുകൾ, മെഡിക്കൽ വേസ്റ്റുകളുടെ വോളിയം കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഒറിജിനൽ വേസ്റ്റ് വോളിയത്തിൽ നിന്നും ഒരു 30% വരെ കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. സോ ഇൻസിനറേഷൻ ടെക്നോളജി എന്താണ്? സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ടെക്നോളജിയാണ്, ഒരു മെത്തേഡാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ്? ഓയിൽ ഫയർഡ് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഇൻസിനറേറ്ററും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോൾ ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി ബയോമെഡിക്കൽ വേസ്റ്റുകളെ ബേൺ ചെയ്യിപ്പിക്കുന്നതിനുള്ള പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി. അതിന്റെ ബെനിഫിറ്റ് ചോദിച്ചാൽ എന്താണ്? വോളിയം റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ടെക്നോളജി. Okay, next one ആണ് autoclaving. എന്താണ് autoclaving? The process uses steam at high temperatures. It has been suggested for microbiology and biotechnology waste, sharp waste, dirty and solid waste. This technology offers certain categories of waste that is not detrimental, so that the treated residue can be landfilled. Autoclaving റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ഓട്ടോക്ലേവിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നത്? ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായിട്ടുണ്ടാവുന്ന സ്റ്റീം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ഓട്ടോക്ലേവിംഗ്. ഓക്കെ, ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ, ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ പത്തജൻസിനെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ഓട്ടോക്ലേവിംഗ്. ഓക്കെ, അപ്പോ ബയോടെക്നോളജി വേസ്റ്റ്, അതും അല്ലെങ്കിൽ മൈക്രോബയോളജി വേസ്റ്റ്, ദെൻ ഷാർപ്പ് വേസ്റ്റ്, ഇത്തരം വേസ്റ്റുകൾക്കാണ് ഈ ഓട്ടോക്ലേവിംഗ് രീതി അനുയോജ്യമായിട്ടുള്ളത്. ക്ലിയർ ആണോ? സോ ഓട്ടോക്ലേവിങ്ങിനെ വിധേയമാക്കിയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നു. അതിനുശേഷം വരുന്ന വേസ്റ്റുകളെ ഈസിൽ അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ അത്തരം വേസ്റ്റുകളെ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ്. നെക്സ്റ്റ് നോക്കിക്കോളൂ, മൈക്രോവേവ് ഇറാഡിയേഷൻ. എന്തായിരുന്നു മൈക്രോവേവ് ഇറാഡിയേഷൻ? The microwave is based on the principle of generation of high frequency waves. These waves cause the particles within the waste material to tremble, generating heat. This heat produced from within destroys all pathogens. ഓട്ടോക്ലേവിംഗ് പോലെ തന്നെ മൈക്രോവേവിലും എന്താണ് ചെയ്യുന്നത്? സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി വേവ്സ്, മൈക്രോവേവ്സിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേസ്റ്റുകൾ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും, പക്ഷെ ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്നുമുള്ള സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. സോ ബാലൻസ് വരുന്ന വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? മൈക്രോവേവ് ഇറാഡിയേഷൻ. ദെൻ ഇൻസിനറേഷൻ ടെക്നോളജി എന്തായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി ഹൈ ടെമ്പറേച്ചറിൽ വേസ്റ്റിനെ കത്തിച്ച് ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് എന്തായിരുന്നു? വോളിയം റെഡ്യൂസ് ചെയ്യാനായിട്ട്, വേസ്റ്റിന്റെ വോളിയം
റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓട്ടോക്ലേവിംഗ് എന്തായിരുന്നു? ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ മൈക്രോവേവ് ഇറാഡിയേഷൻ എന്താണ്? ഹൈ ഫ്രീക്വൻസിയിൽ സൂക്ഷ്മാണുക്കളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോടുകൂടി മൈക്രോവേവ്സിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. ഓക്കെ, ഓട്ടോക്ലേവില് സ്റ്റീമിന്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ മൈക്രോവേവ് ഇറാഡിയേഷനിൽ വേവ്സിന്റെ ഹെൽപ്പോട് കൂടി മൈക്രോവേവ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് സൂക്ഷ്മാണുക്കളെ അല്ലെങ്കിൽ പത്തോജൻസിനെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് നോക്കിക്കോളൂ. അതെ, അപ്പൊ ഈ മൈക്രോവേവിൽ നിന്ന് വേസ്റ്റിനെ എല്ലാം നശിപ്പിക്കണം, അതിലത്തെ മൈക്രോബ്സിനെ മാത്രം നശിപ്പിച്ച് കളയല്ലേ? മൈക്രോവേവ്സിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പത്തോജൻസിനെ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. ബാലൻസ് വരുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. ഓക്കെ, ബാക്ടീരിയാസിനെ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ അത്തരം വേസ്റ്റുകൾ നമുക്ക് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ കെമിക്കൽ മെത്തേഡ്സ് എന്തായിരിക്കാം? കെമിക്കൽ മെത്തേഡ്സ് കെമിക്കൽസിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കെമിക്കൽ മെത്തേഡ്സ്. ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ വേസ്റ്റുകൾ ആണെങ്കിൽ അത്തരം എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? അത്തരം വേസ്റ്റുകൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് അത്തരം ജെംസിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താണ് അണുക്കളെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ, പ്ലാസ്മ പൈറോലിസിസ്. എന്താണ് പ്ലാസ്മ പൈറോലിസിസ്? Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. It's an environment-friendly technology. The plasma pyrolysis process is the thermal degradation of organic substances in the absence of air, utilizing plasma energy. എന്താണ്? മെഡിക്കൽ വേസ്റ്റുകൾ, ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയാണ്. അതേപോലെ തന്നെ ഇതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നു? വിഘടിപ്പിക്കുന്നു. ഓക്കെ, ചില വേസ്റ്റുകൾ ഗ്യാസ് ഫോമിലോട്ട് മാറുന്നു, ചില വേസ്റ്റുകൾ സോളിഡ് ഫോമിലോട്ട് മാറുന്നു. അതേപോലെ തന്നെ വേസ്റ്റുകളുടെ വോളിയം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? പ്ലാസ്മ പൈറോലിസിസ് അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്, അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയുമാണ്. അതുകൂടാതെ തന്നെ പ്ലാസ്മോ പൈറോലിസിസ് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നു? വിഘടിപ്പിക്കുന്നു. ചിലത് ഗ്യാസ് ഫോമിലോട്ട് മാറുന്നു, മറ്റു ചിലത് സോളിഡ് ഫോമിലോട്ട് മാറുന്നു. സോ പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോട് കൂടി സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രോസസ് ആണ് പ്ലാസ്മ പൈറോലിസിസ്. എല്ലാത്തിലും എന്താ ഉദ്ദേശിക്കുന്നത്? സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുക അല്ലെ? ചില മെത്തേഡ്സിൽ സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നു, വേസ്റ്റ് അതേപോലെ തന്നെ അവശേഷിക്കുന്നു. അത്തരം വേസ്റ്റുകളെ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ചിലതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില മെത്തേഡുകളിൽ ഇൻസിനറേറ്ററിലൊക്കെ എന്താ ചെയ്യുന്നത്? വേസ്റ്റുകളെയാണ് നശിപ്പിക്കുന്നത് അല്ലെ? വേസ്റ്റുകളെ ബേൺ ചെയ്യിച്ച് നശിപ്പിച്ച് കളയുന്നു, അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നു. അതേ മെത്തേഡ് തന്നെയാണ് പ്ലാസ്മ പൈറോലിസിസിലും യൂസ് ചെയ്യുന്നത്. എന്താണ്? വേസ്റ്റുകളെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ചില വേസ്റ്റുകൾ എന്താണ്? ഗ്യാസ് ഫോമിലോട്ടായിരിക്കും മാറുന്നത്. മറ്റു ചില വേസ്റ്റുകൾ എങ്ങനെ മാറുന്നു? സോളിഡ് ഫോമിലോട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആണോ അനു? ഓക്കെ, ദെൻ ലാൻഡ് ഡിസ്പോസൽ. ഓക്കെ, ലാൻഡ് ഡിസ്പോസൽ നോക്കിക്കോളൂ. ലാൻഡ് ഡിസ്പോസലിൽ പറയുന്നത് എന്താ? As the name indicates, land disposal includes two methods which are open dumping and sanitary landfill. Okay, എന്താണ് പേര് പറയുന്നത് പോലെ തന്നെ രണ്ട് മെത്തേഡ് ആണ് ലാൻഡ് ഡിസ്പോസലിലുള്ളത്. ഒന്ന് ഏതാണ്? ഓപ്പൺ ഡംപിങ്. മറ്റേത് ഏതാണ്? സെക്കൻഡ് വൺ സാനിറ്ററി ലാൻഡ്ഫിൽ ആണ്. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്, ഓപ്പൺ ഡംപിങ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ.
Then open dumping is an unsecure method because the waste would then be discarded in any open space that may lead to pollution problems. ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത് അൺസെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്തുകൊണ്ടാണ്? ഒരു ഓപ്പൺ പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. അത് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ ഓപ്പൺ ഡംപിംഗ്? സ്ക്രീൻ ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, ഓപ്പൺ ഡംപിങ്ങിൽ എന്താ പറയുന്നത്? ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസിൽ എന്താണ് ഇത്തരം വേസ്റ്റുകളെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പൺ ഡംപിംഗ്. അൺസെക്യൂർ മെത്തേഡാണ്, അതുപോലെ തന്നെ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. വേറെ സാനിറ്ററി ലാൻഡ്ഫിൽ എന്താണ്? For sanitary landfills, a secluded area is selected away from the population. The dumping is performed in the ditches layer-wise and care is taken so that waste is not exposed to the atmosphere. ഓക്കെ, ലാൻഡ് ഫില്ലിൽ എന്താ പറയുന്നത്? സെക്ലൂഡഡ് ഏരിയ, ഒരു ആളൊഴിഞ്ഞ പ്രദേശം, പോപ്പുലേഷനിൽ നിന്നും ദൂരെയുള്ള ഒരു ആളൊഴിഞ്ഞ പ്രദേശം സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഡിച്ചസ്, കുഴിച്ചിട്ട് ലെയർ വൈസ് ആയിട്ട് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സാനിറ്ററി ലാൻഡ് ഫിൽ. ഓക്കെ, ഒരു സെക്ലൂഡഡ് ഏരിയ സെലക്ട് ചെയ്ത് അവിടെ ഡിച്ച് ചെയ്തിട്ട് കുഴിച്ചതിന് ശേഷം ലെയർ വൈസ് ആയിട്ട് ഇത്തരം വേസ്റ്റുകളെ ലാൻഡ് ഫില്ല് ചെയ്യുന്ന മെത്തേഡാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ എന്താണ് പബ്ലിക് ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്യാത്ത രീതിയിൽ എന്താണ് അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇത്തരം ലാൻഡ് ഫില്ലറുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എൻവയോൺമെന്റിന് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള എല്ലാ മെത്തേഡ്സുകളും എല്ലാ പ്രിക്കോഷൻസും ഇത്തരം ലാൻഡ് ഫില്ലറുകളിൽ എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ലാൻഡ് ഡിസ്പോസൽ ക്ലിയർ ആണോ? മെയിൻലി 2 മെത്തേഡ്സ് ആണ് അതിൽ പറയുന്നത്. ഓപ്പൺ ഡംപിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? സാനിറ്ററി ലാൻഡ് ഫിൽസ് വരുന്നുണ്ട്. ഓപ്പൺ ഡംപിങ്ങിന്റെ പ്രത്യേകത എന്താ? ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുപോയിട്ട്, ഓപ്പൺ പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഇത്തരം വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്നു. ഒരു അൺസെക്യൂർ മെത്തേഡാണ്, അതേപോലെ തന്നെ എന്താണ്? പൊല്യൂഷനും കാരണമാകുന്നുണ്ട്. എന്നാൽ സാനിറ്ററി ലാൻഡ് ഫിൽ എന്താ ചെയ്യുന്നത്? ഒരു ആളൊഴിഞ്ഞ പ്രദേശം സെലക്ട് ചെയ്തിട്ട് അവിടെ കുഴികൾ കുഴിച്ചിട്ട് എന്താണ് ലെയർ വൈസ് ആയിട്ട് ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Okay. And the 7th one, anartization. Anartization നോക്കിക്കോളൂ. In anartization, to bring down the toxicity of the waste and minimize the likely risk, it is mixed with cement or another inert material. Around 30 to 40% of the cement is blended with the waste. This method is useful for treating pharmaceuticals and for incineration ashes having high metal content. സോ അനർട്ടൈസേഷനിൽ എന്താ പറയുന്നത്? ഡേഞ്ചർ ആയിട്ടുള്ളതും അതായത് അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ളതുമായ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അനർട്ടൈസേഷൻ. ഓക്കെ, ഡേഞ്ചർ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അനർട്ടൈസേഷൻ. അതിനുവേണ്ടി സിമന്റ്, അതുമല്ലെങ്കിൽ എന്താണ് കുമ്മായം പോലുള്ള മെറ്റീരിയൽസുമായിട്ട് ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ മിക്സ് ചെയ്യുന്നു. ക്ലിയർ ആണോ? സോ 30 മുതൽ 40% സിമന്റ് ഇത്തരം വേസ്റ്റുകളുടെ കൂടെ കൂട്ടിക്കലർത്തുന്നു. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ ഇൻസിനറേഷൻ ആഷ്. ഇൻസിനറേഷൻ ആഷ് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ ഇൻസിനറേഷൻ ആഷ് എന്താണെന്ന്? സോ ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻസിനറേഷൻ ആഷ് ഇത്തരം വേസ്റ്റുകൾക്ക് വേണ്ടിയാണ് അനർട്ടൈസേഷൻ മെത്തേഡ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ അനർട്ടൈസേഷൻ എന്താണെന്ന്? ഡേഞ്ചർ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകളെ, ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി സിമന്റിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അനർട്ടൈസേഷൻ. സിമന്റ് അതല്ലെങ്കിൽ കുമ്മായം പോലുള്ള മിക്സ്ചറുമായിട്ട് മെറ്റീരിയൽസുമായിട്ട് കൂട്ടിക്കലർത്തുന്ന ഒരു പ്രോസസ്സാണ് അനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇത്തരം വേസ്റ്റുകളുടെ കൂടെ 30 മുതൽ 40% സിമന്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽസ് വേസ്റ്റുകൾ, അതേപോലെ തന്നെ ഇൻസിനറേഷൻ ആഷ്, ഇത്തരം വേസ്റ്റുകളെല്ലാം ഈ മെത്തേഡിലാണ് ഡിസ്പോസൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഒരു 7 മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതായിരുന്നു?
ഹോസ്പിറ്റലിൽ കളക്ട് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യിക്കുന്നു. സോ ഡിസ്പോസ് ചെയ്യിക്കാനുള്ള മെത്തേഡുകൾ 7 നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി. ചില വേസ്റ്റുകളെ ഇൻസിനറേഷൻ മെത്തേഡിനാണ് വിധേയമാക്കുന്നത്. ഓക്കെ, നോക്കിക്കോളെ ഏതൊക്കെയാണ്. എന്താണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു എൽമ ഇൻസിനറേഷൻ ടെക്നോളജി? ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പ് ഉപയോഗിച്ച് ബയോമെഡിക്കൽ വേസ്റ്റുകളെ ബേൺ ചെയ്യുന്നു പ്രോസസ്സാണ്. ഇതുവഴി വേസ്റ്റിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. വേസ്റ്റിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റുകളെയാണ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത്. ഓക്കെ, ബേൺ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ഇൻസിനറേഷൻ. ഓട്ടോക്ലേവിംഗിൽ എന്താ ചെയ്യുന്നത്? ഓട്ടോക്ലേവിംഗ് എന്താണ്? ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓട്ടോക്ലേവിംഗിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഹൈ സ്റ്റീമിന്റെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, വേസ്റ്റുകളെയല്ല, വേസ്റ്റുകളിലുള്ള സൂക്ഷ്മാണുക്കളെയാണ് എന്താണ് മൈക്രോബ്സിനെ അല്ലെങ്കിൽ എന്താണ് ജെംസിനെയാണ് നീക്കം ചെയ്യുന്നത്. അതിനുള്ള പ്രോസസ്സാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോവേവ് ഇറാഡിയേഷൻ എന്തായിരുന്നു? മൈക്രോവേവ് ഇറാഡിയേഷൻ ഹൈ ഫ്രീക്വൻസി വേവിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോട് കൂടി ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, ദെൻ കെമിക്കൽ മെത്തേഡ് എന്താണെന്ന് അറിയാലോ. കെമിക്കൽസിന്റെ ഹെൽപ്പോട് കൂടി സൂക്ഷ്മാണുക്കളെ, ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന പ്രോസസ് ആണ് കെമിക്കൽ മെത്തേഡ്സ്. ദെൻ പ്ലാസ്മ പൈറോലിസിസ്, അതിലെന്താ ചെയ്യുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റുകളെ സേഫ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്. പ്ലാസ്മ എനർജിയുടെ സഹായത്തോടുകൂടി വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നു. ഇതിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് വേസ്റ്റുകൾ വിഘടിക്കുന്നു. ഇത് ചിലപ്പോൾ ഗ്യാസ് ഫോമായും ചിലത് സോളിഡ് ഫോമായും മാറും. ഓക്കെ, പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളെ ഡിസ്പോസലിന് വിധേയമാക്കുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാൻഡ് ഡിസ്പോസൽ മെയിൻലി 2 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഓപ്പൺ ഡംപിംഗ് ആൻഡ് സാനിറ്ററി ഫിൽസ്, സാനിറ്ററി ലാൻഡ് ഫിൽ. ഓക്കെ, ഓപ്പൺ ഡംപിംഗിൽ എന്താ പറയുന്നത്? ഓപ്പൺ സ്പേസിൽ ഓപ്പൺ പ്ലേസിൽ എന്ത് ചെയ്യുന്നു? ഇത്തരം വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്നു. ഓക്കെ, അൺസെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ തന്നെ പോപ്പുലേഷന് കാരണമാകുന്നുണ്ട്. ദെൻ സാനിറ്ററി ലാൻഡ് ഫിൽ, സെക്ലൂഡഡ് ഏരിയയിലെ ലെയർ വൈസിൽ സെക്ലൂഡഡ് ഏരിയയിലെ എന്ത് ചെയ്യുന്നു? ലെയർ വൈസിൽ ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ അനർട്ടൈസേഷൻ എന്തായിരുന്നു? അനർട്ടൈസേഷൻ മെത്തേഡ് അതിലെന്താ ചെയ്യുന്നത്? മെയിൻലി ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതേപോലെ തന്നെ ഇൻസിനറേഷൻ ആഷ്, ഇത്തരം വേസ്റ്റുകൾക്കാണ് ഈ രീതി അനുയോജ്യമായിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിലെ പ്രോസസ്? എന്താണ്? സിമെന്റിന്റെയോ അല്ലെങ്കിൽ കുമ്മായം അതുപോലുള്ള എന്താണ് മെറ്റീരിയൽസുമായിട്ട് ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ കൂട്ടിക്കലർത്തുന്ന പ്രോസസ് ആണ് അനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് അനർട്ടൈസേഷൻ. ക്ലിയർ ആണോ? 7 മെത്തേഡ് ഉണ്ട്. എല്ലാ മെത്തേഡും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്നാമത്തെ എന്നാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് വൺ ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ ടെക്നോളജി ആണോ അനു? ഇൻസിനറേഷൻ ടെക്നോളജി ആണോ? സെവൻത് വൺ ഏതാ? അനർട്ടൈസേഷൻ. ഓക്കെ, പറയാം. ഫസ്റ്റ് നോക്കിക്കോളൂ. ഇൻസിനറേഷൻ ടെക്നോളജിയിൽ എന്താണ് നടക്കുന്ന പ്രോസസ്? എന്താണ്? ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, ഇൻസിനറേറ്റർ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. ഓക്കെ, അതിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഇൻസിനറേഷൻ ആഷ്. ഓക്കെ, സോ എന്താണ്? ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ്. സ്ലോലി ഓക്കെ, ഇത്തിരി സ്പീഡ് കൂടി പോകുന്നുണ്ട്, സോറി.
എന്താണ് ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി. ക്ലിയർ ആണോ? ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി. അപ്പൊ ഈ ടെക്നോളജിയുടെ ബെനിഫിറ്റ് എന്തായിരിക്കാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇൻസിനറേഷന് വിധേയമാക്കാൻ കഴിയുന്ന ചില ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. ആ വേസ്റ്റുകളെ മാത്രമാണ് ഇൻസിനറേഷൻ ടെക്നോളജിയിലൂടെ കത്തിച്ചു കളയുന്നത്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കാം? വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, കത്തിച്ചു കളയാണ്. ഫൈനലി എന്തായിട്ട് മാറും? അത് ആഷ് ഫോമിലോട്ട് മാറും, ചാരമായിട്ട് മാറും. ഓക്കെ, അതിനെയാണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറയുന്നത്. അനു, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ അനർട്ടൈസേഷൻ. മോനിഷ, അനർട്ടൈസേഷൻ എന്തായിരുന്നു? ആക്റ്റീവ് ആയിട്ടുള്ളതും അതേപോലെ ഡേഞ്ചർ ആയിട്ടുള്ളതുമായ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കി മാറ്റുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അനർട്ടൈസേഷൻ. അതിൽ ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതുമല്ലെങ്കിൽ ഇൻസിനറേഷൻ ആഷ്, ഇത്തരം വേസ്റ്റുകൾക്കാണ് ഈ രീതി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? സിമെന്റിന്റെ കൂടെ കൂട്ടിക്കലർത്തുന്നു. ഇത്തരം വേസ്റ്റുകളെ സിമെന്റിന്റെ കൂടെ കൂട്ടിക്കലർത്തുന്നു. 30 മുതൽ 40% വരെ സിമെന്റിന്റെ കൂടെ ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ കൂട്ടിക്കലർത്തുന്ന ഒരു പ്രോസസ്സാണ് അനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്ലാസ്മ പൈറോലിസ്. ഓക്കെ, പ്ലാസ്മ പൈറോലിസിൽ പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോലിസിസ്. ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്, സേഫ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയുമാണ്. ഓക്കെ, പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, വേസ്റ്റുകളെയാണ്, സൂക്ഷ്മാണുക്കളെയല്ല, വേസ്റ്റുകളെ മൊത്തത്തോടെ ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോലിസിസ്. ഓക്കെ, ഓട്ടോക്ലേവിംഗിൽ എന്താ ചെയ്തത്? ഓട്ടോക്ലേവിംഗ്, അതേപോലെ മൈക്രോവേവിംഗിലൊക്കെ എന്താ ചെയ്തത്? വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെയാണ് നീക്കം ചെയ്തത്. ഓക്കെ, വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യാനുള്ള മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്, അതേപോലെ മൈക്രോവേവിംഗ്. വേറാസ് പ്ലാസ്മ പൈറോലിസിസ് അല്ലെങ്കിൽ ഇൻസിനറേറ്ററിലൊക്കെ എന്താ ചെയ്യുന്നത്? വേസ്റ്റുകളെയാണ് ഇല്ലാതാക്കുന്നത്. ക്ലിയർ ആണോ? ഡിഫറൻസ് ക്ലിയർ ആണോ? ഓക്കെ, സോ പ്ലാസ്മ പൈറോലിസിസ് ക്ലിയർ ആണോ? പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ഓക്കെ പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്, ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം? ഓക്കെ, ഫസ്റ്റ് നോക്കിക്കോളൂ. ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് ആയിരിക്കും അല്ലേ? അതേപോലെ രണ്ടാമത്തെ എന്താണ്? റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, റൈറ്റ്? എങ്ങനെയാണ്? ധാരാളം അസുഖങ്ങൾ പിടിപെടാനായിട്ട് ചാൻസസ് ഉള്ള ഒരിടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരം വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിന് വിധേയമാക്കുന്നത് കൊണ്ട്, ഓക്കെ, ഇത്തരം വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു, അതേപോലെ തന്നെ ഡിസ്പോസലിന് വിധേയമാക്കുന്നത് കൊണ്ട് എന്താണ്? ഇൻഫെക്ഷൻ മൂലമുള്ള അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്തരം വേസ്റ്റുകൾ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. Reduction in the incidence of hospital acquired and general infection. Second point clear ആണോ? First and second point. And the third one നോക്കിക്കോളൂ. Third എന്താ? Reduction in the price of infection control within the hospital. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലേ? സോ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പ്രൈസ് കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഇൻഫെക്ഷൻ പിടിപെടുന്നില്ല അല്ലെ? അസുഖങ്ങൾ കൂടുതലായിട്ടും പടരുന്നില്ല. സോ പടർന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷനെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് എന്താണ്? എക്സ്പെൻസ് ഉണ്ട് അല്ലെ? ധാരാളം പൈസ ചെലവാക്കേണ്ടതുണ്ട്. വിച്ച് മീൻസ് PPE വേണം, അതേപോലെ തന്നെ അതിന് വേണ്ട സ്റ്റാഫുകളെ ഒരുക്കേണ്ടതുണ്ട്. പിന്നെന്താണ്?
സൊല്യൂഷൻസ് അല്ലെ, അതിനുവേണ്ടി ധാരാളം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. സോ ഇൻഫെക്ഷൻ കൺട്രോൾ എക്സ്പെൻസ്, പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? Okay, and the fourth one, reduction in the probability of disease and death due to reuse and repackaging infectious disposables. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഇപ്പൊ നീഡിൽസ് ആണെങ്കിൽ എങ്ങനെയാണ്, 1 ടൈം ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. സിസേഴ്സ് എല്ലാം ആണെങ്കിൽ എങ്ങനെയാണ്, യൂസ് ചെയ്തതിന് ശേഷം ചില പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അല്ലെ. അത്തരം എന്താണ് ഇപ്പൊ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന സിസർ ആണെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് എന്താണ് ഓട്ടോക്ലേവിങ്ങിന് വിധേയമാക്കിയതിന് ശേഷമാണ് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് അല്ലെ. സോ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാം, ഉപയോഗിച്ച സിസർ തന്നെ വീണ്ടും ഉപയോഗിച്ചാൽ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാം അല്ലെ, അസുഖങ്ങൾ പിടിപെടാം, അതേപോലെ അത് മരണത്തിലേക്കും നയിച്ചേക്കാം. സോ വ്യക്തമായ ഒരു പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്കുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? 1 ടൈം യൂസ് ചെയ്യുന്ന നീഡിൽസ് പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, ഉപയോഗത്തിന് ശേഷം അപ്പോൾ തന്നെ അത്തരം നീഡിൽസ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിൽ നിക്ഷേപിച്ചിരിക്കണം. അതേപോലെ തന്നെ സിസേഴ്സ് എന്താണ് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതേപോലെ ഓട്ടോക്ലേവിങ്ങിനും വിധേയമാക്കിയിരിക്കണം. ഓക്കെ, ഇതൊക്കെ പ്രോട്ടോകോൾസ് ആണ്. സോ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് അസുഖങ്ങൾ പിടിപെടുന്നത് കുറയുന്നുണ്ട്. അതേപോലെ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത്. എന്തായിരിക്കും ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ മൂലം പലതരത്തിലുള്ള HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള അസുഖങ്ങൾ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട് അല്ലെ. സോ പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകളെ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ പിടിപെടാം. അത് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയും അതേപോലെ തന്നെ പേഷ്യന്റിനെയും ബാധിച്ചേക്കാം. സോ എന്താണ് പ്രോപ്പർ ആയിട്ട് ഇത്തരം വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ എന്താണ് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. And the last one, improved image of the healthcare institution and increase the quality of life. എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ there are 6 points, right? Yeah, 6 points. എന്തൊക്കെയായിരുന്നു 6 points? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. എന്തായിരുന്നു അതിൽ പറഞ്ഞത്? ഹോസ്പിറ്റൽ എങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എപ്പോഴും ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും. സോ രണ്ടാമത്തെ എന്തായിരുന്നു? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ മൂന്നാമത്തെ പോയിന്റ്, ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പൈസ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ എന്താണ് വീണ്ടും റീയൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ സിസേഴ്സ് ഒക്കെ വീണ്ടും ഉപയോഗിച്ചാൽ അതുമൂലം എന്താണ് പേഷ്യന്റിന് അസുഖങ്ങൾ പിടിപെടാം, അത് മരണത്തിലേക്കും നയിക്കാം. സോ പ്രോപ്പർ ആയിട്ട് ഇത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് മൂലം പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും എന്താണ് സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹോസ്പിറ്റൽസിന്റെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 6 പോയിന്റ് ക്ലിയർ ആണോ? 3 പോയിന്റ് തേർഡ്, റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. അതല്ലേ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന മാളൂട്ടി ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇത്തരം വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് എന്താണ് ഡിസ്പോസ് ചെയ്യുന്നത് മൂലം ഇൻഫെക്ഷൻ പിടിപെടുന്നില്ല. ഇൻഫെക്ഷൻ ചാൻസസ് കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ ഇൻഫെക്ഷൻ പിടിപെട്ടാൽ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പിടിപെട്ടാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? സ്റ്റാഫുകളെ ഒരുക്കേണ്ടതുണ്ട് അല്ലേ, PPE കൊണ്ടുവരേണ്ടതുണ്ട്, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊക്കെ അങ്ങനെ എക്സ്പെൻസ് ആണ് അല്ലേ, അത്തരത്തിലുള്ള എക്സ്പെൻസ് കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് മാളൂട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജ്. ഓക്കെ, ഇമേജിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്?
Image associate with all modern medicine healthcare establishment in both private and governments like hospital based on their bed strength, clinics based on number of rooms and facilities, labs based on diagnostic facilities, dental clinics based on number of dental chairs. ഓക്കെ, ഇമേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്താണ്, IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ് ഇമേജ്. ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ളതാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ളതാണെങ്കിലും ഇത്തരം അവിടെ നിന്നും കളക്ട് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ, ശാസ്ത്രീയമായിട്ട് എന്താണ് സംസ്കരിക്കുന്ന, ഡിസ്പോസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇമേജ്. ക്ലിയർ ആണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അതേപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്. ക്ലിയർ ആണോ? വേസ്റ്റുകളെ ഡിസ്പോസലിന് വിധേയമാക്കുന്നതിനുള്ള പ്ലാന്റ് ആണ് ഇമേജ് എന്നറിയപ്പെടുന്നത്. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? സോറി. എന്താണ് ഇമേജ് എന്ന് പറയുന്നത്? IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ്. അവിടെ എന്താ നടക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റലുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകളെ, ബയോമെഡിക്കൽ വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നു? ശാസ്ത്രീയമായിട്ട് സയന്റിഫിക്കലി എന്ന് സംസ്കരിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ഇമേജ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ കളക്ട് ചെയ്യുന്നു, സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ദെൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലെ, ട്രാൻസ്പോർട്ടേഷന് വിധേയമാക്കുന്നു. എങ്ങോട്ടേക്കാ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എങ്ങോട്ടേക്കായിരിക്കാം എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെ കൊണ്ടുപോകുന്നത്? കേരളത്തിലുടനീളമുള്ള ഇമേജിലോട്ടാണ്. ഓക്കെ, കേരളത്തിലുടനീളമുള്ള ഏകദേശം 13,000-ഓളം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നും കളക്ട് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എത്തിച്ചേരുന്നത്, ഫൈനലി എത്തിച്ചേരുന്നത് ഇമേജിലാണ്. ക്ലിയർ ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റിലാണ് എത്തിച്ചേരുന്നത്. ക്ലിയർ ആണോ? സോ ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ സയന്റിഫിക്കലി സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, ഒരു സ്ഥാപനമാണ് ഇമേജ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എന്താണ് ഇമേജ്? ലാസ്റ്റ് ഒന്നുകൂടെ. ഓക്കെ അനു, ക്ലിയർ ആണല്ലോ? ദെൻ സോ എന്താണ്, ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമേജുമായിട്ട് ഒരു അഫിലിയേഷൻ എടുക്കണം. ഓക്കെ, ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വേസ്റ്റ് ഇമേജിൽ കൊണ്ടുവന്ന് ഡിസ്പോസലിന് വിധേയമാക്കണമെങ്കിൽ ഇമേജുമായിട്ട് ഒരു അഫിലിയേഷൻ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്രൈറ്റീരിയാസ്, ഹോസ്പിറ്റൽ ആണെങ്കിൽ ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിലാണ് വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ബെഡ് സ്ട്രെങ്ത്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര രോഗികൾക്ക്, എത്ര പേഷ്യൻസിന് കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ബെഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പേഷ്യൻസിന് കിടത്തി, എത്ര പേഷ്യൻസിന് കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ആ ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിലാണ്, അതാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത്, ഹോസ്പിറ്റൽസ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്സ് ആണെങ്കിലോ, അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് റൂംസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസിന്റെ ബേസിലാണ് ഓക്കെ ക്ലിനിക്സിനെ സെലക്ട് ചെയ്യുന്നത്. അതുമല്ല ലാബ്സ് ആണെങ്കിലോ, ലാബുകള് എങ്ങനെയായിരിക്കാം? ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. ഓക്കെ, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിന്റെ ബേസിലാണ് ലാബ്സുകളെ എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ ഡെന്റൽ ക്ലിനിക്സ് ആണെങ്കിലോ, ഡെന്റൽ ക്ലിനിക്സ് ആണെങ്കിൽ എന്താണ്, ഡെന്റൽ ചെയേഴ്സിന്റെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ഡെന്റൽ ചെയർ എന്ന് പറഞ്ഞാല്? ഡെന്റൽ ചെയർ സാധാരണ ഒരു ചെയർ ആണോ ഡെന്റൽ ചെയർ? ഡെന്റൽ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുള്ള ഒരു ചെയർ ആണ് ഡെന്റൽ ചെയർ എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? ഡെന്റൽ ക്ലിനിക്സിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എന്താണ് ഡെന്റൽ ചെയർ എന്നുള്ളത്. ഓക്കെ, പേഷ്യന്റിന് വേണ്ട, ഡെന്റൽ പേഷ്യന്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ചെയർ ആണ് ഡെന്റൽ ചെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്രൈറ്റീരിയാസിന്റെ ബേസിലാണ് ഇമേജുമായിട്ട് അഫിലിയേഷൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ
നോമിനൽ നോൺ റിട്ടേണബിൾ ഫീസ് ബീങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. അഫിലിയേഷൻ എടുക്കുന്ന ടൈമിൽ സാധാരണ ഒരു ചെറിയ ഫീസ് എന്താണ് ചാർജ് ചെയ്യാറുണ്ട്. ഇമേജ് എന്ന് പറയുന്ന സ്ഥാപനം ഈ ഹോസ്പിറ്റലുകളിൽ നിന്നും ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യാറുണ്ട്. സോ ഇമേജ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, വേസ്റ്റുകൾ ഡിസ്പോസൽ പ്ലാന്റ് ആണ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ്. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഫിലിയേഷൻ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഇമേജിൽ കൊണ്ടുപോയിട്ട് എന്താണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യണം അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു അഫിലിയേഷൻ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസ് ആണ്. ബെഡ് സ്ട്രെങ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, ഡെന്റൽ ചെയറിന്റെ എണ്ണം, ഇതെല്ലാമാണ് ക്രൈറ്റീരിയാസ്. അഫിലിയേഷൻ നേടുന്നതിനുള്ള ക്രൈറ്റീരിയാസ് ആണ് ഇതെല്ലാം. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇമേജ് എന്ന് ക്ലിയർ ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ് ഇമേജ്. സോ ഇമേജുമായിട്ട് ഒരു അഫിലിയേഷൻ എടുക്കണം. ഓക്കെ, അഫിലിയേഷന്റെ സമയത്ത് ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബീയിങ് മെറ്റ് ബൈ ചാർജിങ് എ നോമിനൽ മന്ത്ലി ഫീ ആസ് ഓപ്പറേഷണൽ കോസ്റ്റ് ഡിക്ലെയർഡ് ഫോർ ദ കാറ്റഗറി HCI. ഓക്കെ, ഈ മന്ത്ലി എന്താണ് ഒരു ചെറിയ ചാർജ് കൂടി, മന്ത്ലി ഒരു ചെറിയ ഫീസ് കൂടി എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കൂടി ഇമേജ് ഈടാക്കുന്നുണ്ട്. ഓക്കെ, അഫിലിയേഷൻ ഫീ ഈടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എല്ലാ മാസവും ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ചെറിയൊരു എമൗണ്ടും ചാർജ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, image was started at Palakkad and it was commissioned on 14th December 2003. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് 2003 ഡിസംബർ 14th പാലക്കാട് ആണ്. ഓക്കെ, ഇമേജ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ക്ലിനിക്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡെന്റൽ ചെയർസ്, അത് എന്താണെന്ന് മനസ്സിലായില്ല. അതൊരു ക്രൈറ്റീരിയസ് ആണ്. അതായത് അഫിലിയേഷൻ എടുക്കണം എന്ന് പറഞ്ഞു അല്ലേ, അതിന് ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ പ്രത്യേക ക്രൈറ്റീരിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? അഫിലിയേഷൻ എടുക്കുന്നതിന് വേണ്ട ക്രൈറ്റീരിയ ആണ് ബെഡ് സ്ട്രെങ്ത്, അതായത് എത്ര പേഷ്യന്റിനെ കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഡെന്റൽ ക്ലിനിക്സ് ആണെങ്കിൽ അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡെന്റൽ ചെയേഴ്സ് ആണ്. ഓക്കെ, എത്ര പേഷ്യന്റിന് ഡെന്റൽ ചെയേഴ്സിന്റെ നമ്പർ ഓഫ് ഡെന്റൽ ചെയർ, ഓക്കെ, എത്ര പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ഒരേ സമയം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ ബേസിലാണ് അഫിലിയേഷൻ എടുക്കുന്നത്. ക്ലിയർ ആണോ ഉമ? യെസ് മാം. ഓക്കെ, അപ്പോ ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ബേസിക്കലി ഇത്രയും ആലോചിച്ചാൽ മതി. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്പോസൽ പ്ലാന്റ് ആണ്. ഓക്കെ, അതിന്റെ അഫിലിയേഷൻ എടുക്കണം എന്ന് പറഞ്ഞു അല്ലെ, അതിന്റെ ടൈമിൽ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മന്ത്ലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടും ഒരു ചെറിയ എമൗണ്ട് ഈടാക്കുന്നുണ്ട്. ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇൻ വിച്ച് ഇയർ? 2003 ഡിസംബർ 14th 2003 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ the image plan has been working successfully from January 2004 and has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from health caring institutions across Kerala within 48 hours. In line with the provisions laid down in the Biomedical Waste Management Rules 2016 released by the Ministry of Environment and Forest, Government of India. ഓക്കെ, 2003 ഇത് നിലവിൽ വന്നതെങ്കിലും ജാനുവരി 2004 മുതലാണ് ഇത് സക്സസ്ഫുള്ളി പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? 2003 ഇമേജ് പാലക്കാട് നിലവിൽ വന്നു. ഓക്കെ, 2004 മുതലാണ് ഇത് സക്സസ്ഫുള്ളി പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? കേരളത്തിലുടനീളമുള്ള ഏകദേശം 13,000-ഓളം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്ത് ഇമേജിൽ കൊണ്ടുവന്ന് ഡിസ്പോസലിന് വിധേയമാക്കുന്നുണ്ട്. ഓക്കെ, സോ കേരളത്തിലുടനീളമുള്ള എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളെ 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്പോസലിന് വിധേയമാക്കുന്നു. സോ ആ ഇമേജ് പ്ലാന്റിൽ ഇൻസിനറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ്, കെമിക്കൽ മെത്തേഡ്, എല്ലാ മെത്തേഡ്സുകളും ഈ
ഇമേജ് പ്ലാന്റിൽ ഉണ്ടായിരിക്കും. സോ അതാത് വേസ്റ്റുകൾ, ഓരോ വേസ്റ്റുകൾക്കും ഓരോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? ക്ലിയർ ആണോ? ഇപ്പൊ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഏകദേശം 13,000-ഓളം ഹോസ്പിറ്റലുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെ 48 മണിക്കൂറിനുള്ളിൽ ഇമേജിൽ കൊണ്ടുവന്ന് ഡിസ്പോസലിന് വിധേയമാക്കുന്നുണ്ട്. Ma'am, in line with the provisions laid down in the biomedical waste management rules, എന്താ ഉദ്ദേശിച്ചേക്കണേ? 2016 നമ്മൾ 1998 അല്ലേ ഒരു ഇയർ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, വനം പരിസ്ഥിതി മന്ത്രാലയം കൊണ്ടുവന്ന ഒരു നിയമം, റൂൾസ് 1998. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ലേ? സ്റ്റാർട്ടിങ്ങിൽ വന്നത്. അതിൽ പല മാറ്റങ്ങളും വന്നെന്ന് പറഞ്ഞു. 2003 അമെന്റ്മെന്റ് കൊണ്ടുവന്നു, അതേപോലെ 2018-ലും 19-ലും മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? സോ 2016 കൊണ്ടുവന്ന മാറ്റത്തില് ഇമേജിനെ കുറിച്ചാണ്, ഇമേജിലെ കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. 2016 കൊണ്ടുവന്ന അമെന്റ്മെന്റിൽ പറയുന്നത് ഇമേജിൽ എങ്ങനെയായിരിക്കണം വേസ്റ്റുകളെ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത്, എത്ര മണിക്കൂറിനുള്ളിലാണ് ഇത്ര ഹോസ്പിറ്റലുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് 2016 അമെന്റ്മെന്റിലാണ്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ. ചെറിയൊരു പാരഗ്രാഫ് കൂടിയുള്ളൂ, നോക്കിക്കോളൂ. ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള ആർ ബെനിഫിഷ്യറീസ് ഓഫ് ദ സ്പെഷ്യൽ സ്കീം ഓഫ് ഇമേജ് ബൈ വിച്ച് they are spared from paying affiliation fees and are made eligible for the service from image and a subsidized rate. ഓക്കെ, അതിലെന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു അഫിലിയേഷൻ ടൈമിൽ ഹോസ്പിറ്റലുകളിൽ നിന്നും ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള, അതുമല്ലെങ്കിൽ കേരള ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, വിച്ച് മീൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ്, ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, ഈ അഫിലിയേഷൻ ടൈമിൽ അടയ്ക്കേണ്ട ഫീസ് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ എന്താണ്, മന്ത്ലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞല്ലേ, മന്ത്ലി ചെറിയൊരു ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ സബ്സിഡി നിരക്കിൽ ഈ ഫീസും അടയ്ക്കാവുന്നതാണ്. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. ക്ലിയർ ആണോ? ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അഫിലിയേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ മന്ത്ലി അടയ്ക്കേണ്ട ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താണ്, സബ്സിഡി നിരക്കിൽ അടയ്ക്കാനായിട്ട് യോഗ്യതയുണ്ട്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇമേജ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ, ലാസ്റ്റ് പാരഗ്രാഫ്. സബ്സൈഡൈസ്ഡിന്റെ മീനിങ് എന്താ? സബ്സിഡി നിരക്കില് അടയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, on an average about 55.8 tons of biomedical waste arrive at the image plant daily, of which 30.5 tons are incinerable waste that collected in yellow bags, 19 tons autoclavable waste that collected in red bags, 5 tons are bottles, 0.7 tons is sharps and metals, 0.6 ton is discarded medicines. This waste is gathered from all 13,000 healthcare centers across the state of Kerala within 24 hours of its generation. Okay, so എന്താണ്, ഡെയിലി ഈ പ്ലാന്റിൽ ഇമേജിൽ എത്തിച്ചേരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് 55.8 ടൺസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഓക്കെ, ഡെയിലി ഇത്തരം 55.8 ടൺസ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡെയിലി ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, അതിൽ 30.5 ടൺസ് വരുന്നത് ഏതാണ്, ഇൻസിനറബിൾ വേസ്റ്റ് ആണ്, വിച്ച് ഈസ് കളക്റ്റഡ് ഇൻ യെല്ലോ ബാഗ്സിൽ യെല്ലോ കണ്ടെയ്നറിൽ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളാണ് ഇൻസിനറബിൾ വേസ്റ്റ്. 30.5 ടൺസും ഏതാണ്, ഇൻസിനറബിൾ വേസ്റ്റ് ആണ്. അതേപോലെ തന്നെ 19 ടൺസ് ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ആണ്. 19 ടൺസ് എന്ന് പറയുന്നത് ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ആണ്. ദെൻ 5 ടൺസ് ഏതാണ്, ബോട്ടിൽസ് ആണ്. Then 0.7 ton is sharps and metals ആണ്. ഷാർപ്സ് വേസ്റ്റ് അല്ലെങ്കിൽ മെറ്റൽ വേസ്റ്റ് 0.7 ടൺസ് ആണ്.
ദെൻ 0.6 ടൺസ് ഏതാണ്? ഡിസ്കാർഡഡ് മെഡിസിൻസ് ആണ്. എക്സ്പയർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യാൻ കഴിയാത്തതോ ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് മെഡിസിൻസ് ആണ് 0.6 ടൺസ് ഇമേജിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തില് 55.8 ടൺസ് വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡെയിലി ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സോ എന്താണ്, ഓൾ ഓവർ കേരളത്തില് 13,000+ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളാണ് 24 മണിക്കൂറിനുള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം വേസ്റ്റുകളാണ് ഇമേജിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സോ അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ തേർഡ് വൺ ആയിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. അതിലെന്താ പഠിച്ചത്? ഒരു വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ച ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യിക്കേണ്ടത്? എങ്ങനെയൊക്കെയായിരുന്നു ഉമ? എങ്ങനെയായിരുന്നു? മാം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കേറിയില്ല, കുറെ ലേറ്റ് ആയിയാ കേറിയത്. ഓക്കെ ഓക്കെ ഉമ. എൽമ, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യിക്കേണ്ടത്? പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്രോളിയിലോ വീൽ ബാരേജിലായിരിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗ് ടൈ ചെയ്തിരിക്കണം. പിന്നെ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്തിരിക്കണം. അത് നേഴ്സോ ഡോക്ടറോ സൈൻ ചെയ്തതായിരിക്കണം. അതിൽ ഡേറ്റ്, ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. കൊണ്ടുപോകുന്ന വാഹനം എൻക്ലോസ്ഡ് ആയിരിക്കണം, മൊത്തത്തില് കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള വാഹനമായിരിക്കണം. ദെൻ പിന്നെന്താണ്, അതിന്റെ ഇന്റീരിയർ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ പേഴ്സണൽ സേഫ്റ്റി ഡിവൈസ്, അതിലെന്തൊക്കെയായിരുന്നു? ഏതൊക്കെ ഡിവൈസ് നമ്മൾ പരിചയപ്പെട്ടത്? ഗ്ലൗസ് വരുന്നുണ്ട് അല്ലെ? ഗ്ലൗസ് എങ്ങനെയുള്ളതായിരിക്കണം? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. ഓക്കെ സന്ധ്യ കണ്ടിന്യൂ. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. ദെൻ പിന്നെന്തൊക്കെയാ പ്രത്യേകത അതിന്റെ? ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളറിലായിരിക്കണം. ഓക്കെ. 2 ടൈംസ് വാഷ് ചെയ്തിരിക്കണം. ഓരോ യൂസിന് ശേഷവും എന്താണ് 2 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തിരിക്കണം. വിത്ത് സോപ്പ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ദെൻ ഫിറ്റ് ആയിട്ടുള്ള സൈസിൽ ഗ്ലൗസ് ഫിറ്റ് ആയിരിക്കണം. സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലൗസുകൾ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഗൗൺസ് എങ്ങനെയുള്ളതായിരിക്കണം? ഏപ്രൺസ്, ഗൗൺസ് ഓർ സ്യൂട്ട്സ്? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതായിരിക്കണം. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് മാസ്ക്? ഡിഫറെന്റ് ഗോഗിൾസ്. ഗൂഗിൾസ് യൂസ് ചെയ്യാം. ദെൻ ഫേസ് ഷീൽഡ് അല്ലെ, പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ആയിട്ട് ഗൂഗിൾസ്, മാസ്ക്, ഫേസ് ഷീൽഡ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും എന്താണ് നോസും മൗത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്യാസ് മാസ്ക് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. വിത്ത് ഫിൽറ്റേഴ്സ്, ഫിൽറ്ററോട് കൂടിയ ഗ്യാസ് മാസ്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ബൂട്ട്സ്. സന്ധ്യ, ബൂട്ട് എങ്ങനെയുള്ളതായിരിക്കണം? ബൂട്ട്സ് ആങ്കിൾ വരെ കവർ ചെയ്തതായിരിക്കണം. ആന്റി സ്കിഡ് ആയിരിക്കണം. റബ്ബർ ആയിരിക്കണം. റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ഷൂസ് ആയിരിക്കണം. ദെൻ ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രിപ്പുള്ള, തെന്നി വീഴാത്ത രീതിയിലുള്ള ആന്റി സ്കിഡ് ആയിട്ടുള്ള ആ ടൈപ്പ് ഓഫ് ബൂട്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ മെയിൻലി ദർ ആർ 7 ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് പഠിച്ചല്ലേ, ഡിസ്പോസൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? ഇൻസിനറേഷൻ ടെക്നോളജി. എന്താണ് ഇൻസിനറേഷൻ ടെക്നോളജിയിൽ പഠിച്ചത്? ടെമ്പറേച്ചർ ഉപയോഗിച്ച് ബയോമെഡിക്കൽ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നത്. ഡിസ്പോസലിന് വിധേയമാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ. അതിന്റെ ബെനിഫിറ്റ് ആയിരുന്നു വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ ഓട്ടോക്ലേവിംഗ് എന്തായിരുന്നു? ഹൈ സ്റ്റീമില് വേസ്റ്റിലെ മൈക്രോബ്സിനെ നീക്കം ചെയ്യുന്നത്. വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രോസസ്സ്. ദെൻ മൈക്രോവേവ് ഇറാഡിയേഷൻ. മൈക്രോവേവ്സ് ഉപയോഗിച്ച് മൈക്രോബ്സിനെ നീക്കം ചെയ്യുന്നത്. മൈക്രോവേവ്സിന്റെ ഹെൽപ്പോട് മൈക്രോവേവ്സിന്റെ കൂടി സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്, ഒരു മെത്തേഡാണ് മൈക്രോവേവിംഗ് ഇറാഡിയേഷൻ. ദെൻ കെമിക്കൽ മെത്തേഡ്സ്, കെമിക്കലിന്റെ ഹെൽപ്പോടുകൂടി സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന മെത്തേഡ്. ദെൻ പ്ലാസ്മ പൈറോലിസിസ് എന്താണ്? അൾട്രാ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട്
സേഫ് ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോലിസിസ്. ദ ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസലിൽ 2 മെത്തേഡ് ഉണ്ട്. ഓപ്പൺ ഡംപിങ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ. ഓപ്പൺ ഡംപിങ് അൺസെക്യൂർ ആയിട്ടുള്ളതാണ്. സാനിറ്ററി ലാൻഡ്ഫിൽ സാനിറ്ററി ലാൻഡ് ഫില്ല് എന്താ വരുന്നത്? സാനിറ്ററി ലാൻഡ് ഫില്ല് സെക്ലൂഡഡ് ഏരിയ തിരഞ്ഞെടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ലെയർ വൈസ് ആയിട്ട് ഡിച്ച് ചെയ്തതിനു ശേഷം ലെയർ വൈസ് ആയിട്ട് വേസ്റ്റുകളെ ഡിസ്പോസലിന് വിധേയമാക്കുന്ന ഒരു മെത്തേഡാണ് സാനിറ്ററി ലാൻഡ് ഫില്ല് എന്ന് പറയുന്നത്. ഓക്കെ, അനർട്ടൈസേഷൻ എന്തായിരുന്നു? ആക്റ്റീവ് ആയിട്ടുള്ളതും ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി സിമന്റ് അല്ലെങ്കിൽ കുമ്മായം പോലുള്ള മെറ്റീരിയൽസുമായിട്ട് മിക്സ് ചെയ്യുന്ന, കൂട്ടിക്കലർത്തുന്ന ഒരു പ്രോസസ്സാണ് അനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതുമല്ലെങ്കിൽ ഇൻസിനറേഷൻ ആഷ്, ഇത്തരം വേസ്റ്റുകൾക്കാണ് ഈ രീതി കൂടുതലായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. ഹോസ്പിറ്റൽ എങ്ങനെയാണ് സേഫ് ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന ഇൻസിഡൻസ് കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്തായിരുന്നു, റീയൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന എന്താണ് ഡിവൈസുകൾ ഉണ്ടല്ലേ, സിസേഴ്സ്, അത്തരം ഡിവൈസുകൾ മൂലമുണ്ടാകാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളെ, അത്തരം ഇൻസിഡൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ ഒക്യുപ്പേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്, അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. Then what is Indian Medical Association goes eco-friendly. എന്താണ് ഇമേജ്? എന്താണ് ഇമേജ്? ഉമ, എന്തായിരുന്നു ഇമേജ്? അത് എല്ലാം മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റിലും, അതായത് പ്രൈവറ്റും ഗവൺമെന്റിലും ഒക്കെ ഇത് ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിലാണ്. ഓക്കെ, മെയിൻലി എന്താണ് ഇമേജ്? ഇമേജ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? ബയോമെഡിക്കൽ ഡിസ്പോസൽ പ്ലാന്റ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്തായിരുന്നു? മാനേജ്മെന്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ്. ഓക്കെ, വേസ്റ്റുകളെ ഡിസ്പോസൽ പ്ലാന്റ് ആണ് ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ് ഇമേജ്. ഏകദേശം 20 വർഷത്തോളമായിട്ട് ഇമേജ് പ്രവർത്തിക്കുന്നുണ്ട്. അത് എവിടെയാണ് നിലവിൽ വന്നത്? പാലക്കാട്. 2003 നിലവിൽ വന്നത്. 2004 മുതലാണ് നിലവിൽ വന്നത്. ഓക്കെ, പ്രവർത്തിച്ചു തുടങ്ങിയത്, സക്സസ്ഫുള്ളി പ്രവർത്തിച്ചു തുടങ്ങിയത് 2004 മുതലാണ്. സോ ഹോസ്പിറ്റലുകൾക്ക് എന്താണ് ഇമേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് അഫിലിയേഷൻ എടുക്കേണ്ടതുണ്ട്. സോ ചില ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞു അല്ലേ? ബെഡ് സ്ട്രെങ്ത് പറഞ്ഞു, അതേപോലെ ഡെന്റൽ ചെയറിന്റെ നമ്പർ പറഞ്ഞു. ഇതൊക്കെ ക്രൈറ്റീരിയാസ് ആണ്, അഫിലിയേഷൻ എടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് ആണ്. സോ അഫിലിയേഷൻ എടുക്കുന്നതിന് വേണ്ടി അഫിലിയേഷൻ ടൈമിൽ ചെറിയൊരു ഫീസ് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മന്ത്ലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്ലി എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ചെറിയൊരു ഫീസും ഈടാക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അഫിലിയേഷൻ എങ്ങനെയാണ്? അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ്? സബ്സിഡി നിരക്കിൽ അടക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഏകദേശം 55.8 ടൺസോളം വേസ്റ്റുകൾ ഡെയിലി ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, 13,000+ എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഡെയിലി വേസ്റ്റുകൾ ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്. അത് ക്ലിയർ ആണല്ലോ? അത് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആകുമല്ലോ. 55.8 ടൺസ് എത്തുന്നുണ്ട്. അതിൽ 30.5 ടൺസ് എങ്ങനെയാണ്? ഇൻസിനറബിൾ വേസ്റ്റ് ആണ്. കളക്ട് ചെയ്യുന്നത് യെല്ലോ ബാഗ്സിലാണ്. 19 ടൺസ് വേസ്റ്റ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത് റെഡ് ബാഗ്സിലാണ്. ഓക്കെ, ദെൻ
5 5 ടൺസ് എന്ന് tons. പറയുന്നത് ബോട്ടിൽസ് ആണ്. 0.7 ടൺ എന്ന് പറയുന്നത് ഷാർപ്പ് ആൻഡ് മെറ്റൽസ് ആണ്. പിന്നെ 0.6 ടൺസ് എന്ന് പറയുന്ന ഡിസ്കാർഡഡ് മെഡിസിൻസ് ആണ്. Okay. This waste is generated from all എവിടെ നിന്നാണ് 13,000 പ്ലസ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അക്രോസ് കേരളത്തിലുടനീളമുള്ള 13,000 പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് ഇത്തരം വേസ്റ്റുകൾ ഡെയിലി ഇമേജിൽ എത്തിച്ചേരുന്നത്. ക്ലിയർ ആണോ? മാം ഈ ഡിസ്കാർഡഡിന്റെ മീനിങ് എന്തായിരുന്നു? ഡിസ്കാർഡ് മീൻ ഡിസ്പോസ്. നമ്മൾ എന്താ ഡിസ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നിക്ഷേപിക്കുക അല്ലേ? ഡിസ്പോസ് ചെയ്യാന്ന് പറയില്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കൂ ഉമാർ, എന്താണ്? എന്താ? എന്തോ? വീൽ ബാരോസ് ഉന്തുവണ്ടി. വീൽ ബാരോസ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ രണ്ട് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ 30 സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ 30 വെന്റിലേറ്റർ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പേജും രണ്ട് ചെറിയ ടോപ്പിക് ആണ്. അതും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ബൈ. എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, ബൈ.